അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൂക്കോട്ടുംപാടത്തെ കതിരി അറിഞ്ഞ ചെറിയ സംഭവം ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് നമ്മളെ നാട്ടിൽ തന്നെയാണ് പൂക്കോട്ടുംപാടം കതിരി. നമ്മൾ കതിരിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് തന്നെ കതിരി. അപ്പോൾ അതാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗേറ്റ് കാണാം. ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഇതാണ് അതിൻ്റെ ഗേറ്റ് സെറ്റപ്പും. കാരണം ഇതൊരു പാടം മാതിരിയുള്ള ഏരിയയാണ്. നല്ല വെള്ളം, കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇതാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ കതിരിൻ്റെ. അപ്പോൾ കതിരിന് നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 റുപ്യ ഉണ്ട് ഒരാൾക്ക്. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കില്ല. 2 ആളുണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളായിരുന്നു. വലിയ മോക്കും എനിക്കും ടിക്കറ്റ് എടുത്തിട്ടോ. വണ്ടി 20 രൂപ കേട്ടോ ടിക്കറ്റ്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ചെല്ലിനോട് തന്നെ കുറേ താറാവുകളും വെള്ളവും സൗകര്യമൊക്കെയാണ് കാണാനുള്ളത്. ഇവിടെ താറാവുകൾ വരെ കുറച്ചെണ്ണം കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. താറാവുകൾക്ക് കേട്ടോ, നമുക്കല്ല. പിന്നെ അവിടെ ചെറിയ ബോട്ടിങ് സൗകര്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഞങ്ങൾ നേരത്തെ സ്കൂളില്ലാത്തതുകൊണ്ട് രാവിലെ പോയതാണ്. 10 മണിയായപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ വലിയ കാര്യമായിട്ട് ആളുകളൊന്നുമില്ല. ഇതൊരു ഗാലറി മാതിരി സെറ്റപ്പാണ്. ഇതിൻ്റെ മുന്നിൽ നമുക്കൊരു ഇവിടെ പരിപാടികളും ഇവിടെ സ്റ്റേജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താം. അതിനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ആ സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഈ ഗാലറിയിൽ ഇരുന്ന് കാണാം. കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കാറ്റും നല്ല പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. കുട്ടികളെ കളിക്കുകയാണ്. ഇതെന്തോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് മാതിരി ഒരു സംഭവമാണ്. ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. വൈകുന്നേരമാവും. ആളുകളൊക്കെ വന്ന് അങ്ങനെ റെസ്റ്റോറൻറ്റ്. എന്തായാലും കുട്ടികൾക്കൊരു അടിപൊളി സംഭവം തന്നെയാണ്. കാരണം 20 റുപ്യക്കൊന്നും ഇപ്പോൾ കുട്ടികളെങ്ങനെ ഹാപ്പിയാക്കാൻ നമുക്ക് കഴിയൂല. ഇത് പണ്ടത്തെ കാലത്ത് നെല്ലിനൊക്കെ വെള്ളം ഒരു തോട്ടിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കയറ്റി വിടുന്നൊരു സംവിധാനമായിരുന്നു. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് അതിമൊക്കെ ഒന്ന് കയറി കളിക്കാം. ഞാൻ തന്നെ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇനിയും ഉണ്ട് കേട്ടോ. നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്ത കുറേ കേസുകളുണ്ട്. കുറേ മുയലുകളുണ്ട്. മൃഗങ്ങൾ പറഞ്ഞാൽ കുതിരയുണ്ട്, മുയലുണ്ട്, കോഴിയുണ്ട്. പിന്നെ ഇതിവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനേ ചെറിയൊരു ബോട്ടിങ് സൗകര്യം. ഇതിന് 20 രൂപ കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് ടൈമിംഗ് ഒന്നുമില്ല. ആൾക്കനുസരിച്ച് ഇങ്ങനെ ആളുണ്ടെങ്കിൽ ഇറങ്ങിക്കൊടുക്കുക, മാറിക്കൊടുക്കുക. ആളില്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കളിച്ചാൽ അങ്ങനത്തെ ഒരു സംവിധാനമാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല ആളുണ്ടാവട്ടെ. ഞങ്ങൾ രാവിലെ നേരത്തെ വന്നുകൊണ്ടാണ് ആളില്ലാത്തതെന്ന്. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. 20 രൂപക്ക് ഇങ്ങനെ കുട്ടികളെ ഹാപ്പിയാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊരു കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല രസമാണ്. ഇവിടെ ചെറിയ ബോട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്താൽ നമുക്ക് നമ്മൾ പറയുന്ന ഫുഡ്, കരിമീനുണ്ട്, ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട്. കരിമീനൊക്കെ ഈ ഇതിൽ തന്നെ ഇട്ട് ഫ്രഷ് പിടിച്ച് പൊരിച്ച് തരുന്നതുകൊണ്ട് അതിൽ വെള്ളമല്ല. ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് പോയിക്കാ. പിന്നെ ഇവിടെ ഗുഹമാരി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഭൂമിൻ്റെ മുകളിലാണ്, ഉള്ളിലല്ല. ഭൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ വാർത്തുകാണ്ട് ചെറിയ സെറ്റപ്പിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടോ. മോൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണേ. അവൻ പോയിട്ടോ, വരൂലേ? ആ വന്നു. അവനാൻ്റെ കുട്ടികളെ അവനാൻ തന്നെ ശ്രദ്ധിക്കണം. അതിന് വേറെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൾക്കാരുണ്ട്, വെള്ളമുണ്ട്. അടിപൊളിയായിട്ട് ആസ്വദിക്കാറുണ്ടോ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുകൾ,
നമുക്ക് കഴിയുന്നത്ര കളിക്കാം. ഊഞ്ഞാലുകളൊക്കെ കാലിയാണ്. ഫുഡ് രാവിലെ ആയതുകൊണ്ടാണ്. വൈകുന്നേരം ആണെങ്കിൽ ഇഷ്ടംപോലെ ആളുണ്ടാവും. എത്രയോ മെക്കാനിക്കുകൾ മാറ്റി ജ്യൂസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനിപ്പോൾ ഊഞ്ഞാലിൽ കയറണം എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അതൊക്കെ നമ്മളെ ഇരുവിയിൽപ്പെട്ട വകുപ്പാണ്. ആ തോണിയിൽ കയറണതിന് മാത്രമേ ഉള്ളൂ പൈസ. പിന്നെ ഫുഡ് കഴിക്കണേനും ഇങ്ങനെ ഇരുന്ന് ആടാൻ നല്ല സുഖം. നല്ല കാറ്റുണ്ട് ഇവിടെ. കുട്ടികൾ രണ്ടാളും ആടി മോളും മോനും ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനത്തെ കുറേ സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സഹകരിച്ചതിന് നന്ദി, നമസ്കാരം. വീഡിയോ വേറുന്നു. ഇതാണ് കേട്ടോ കതിരിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സ്കെച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സഹകരിച്ചതിന് നന്ദി, നമസ്കാരം.